നമസ്കാരം. മലയാള സിനിമയിൽ എടുത്തു പറയാൻ പറ്റുന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരു പേര് തന്നെയാണ് നടി ലെന എന്ന് പറയുന്നത്. ഒട്ടനവധി നല്ല സിനിമയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു നടി കൂടിയാണ് ലെന എന്ന് പറയുന്നത്. പലപ്പോഴും ലെനയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് പല വിവാദകരമായിട്ടുള്ള പരാമർശങ്ങളിലൂടെയായിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലെനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ തമാശ രൂപേണയുള്ള ഈ അഭിമുഖങ്ങളും അതുപോലെ തന്നെ റീലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഒട്ടനവധി നല്ല കഥാപാത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു നടി കൂടിയാണ് ഈ ലെന എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ലെനയുടെ ചില ഇന്റർവ്യൂസും അതുപോലെ തന്നെ അഭിമുഖങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇവർ തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രങ്ങളെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകാവുന്ന തരത്തിലുള്ള ചില ഫാക്ടേഴ്സ് ഒക്കെ ലെനയുടെ കയ്യിലുണ്ട്. കാരണം ചില സമയത്ത് ഒരു 5 പൈസയ്ക്ക് കുറവുള്ള രീതിയിലൊക്കെയാണ് ലെന സംസാരിക്കുക. ഇതിനു മുമ്പ് ഒരു കഞ്ചാവ് അടിച്ച് കിറങ്ങിപ്പോയതിനെ കുറിച്ചൊക്കെ ലെന സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്റെ മാതാപിതാക്കൾ തന്നെ വളർത്തിയ രീതി ശരിയല്ല എന്നുള്ള രീതിയിൽ ലെന ഇതിനു മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതും വലിയ ചർച്ചയ്ക്ക് ഒരു വഴിയൊരുക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ലെന തന്റെ ഒരു അഭിമുഖത്തിലൂടെ പുറത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ തന്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതം കൈവരിക്കുക എന്നുള്ള ലക്ഷ്യം ലെനയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മീയത തേടിക്കൊണ്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൊടൈക്കനാലിൽ വെച്ചിട്ട് ലെന മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയും അതിനുശേഷം മാനസിക നിലയൊക്കെ ആകെ തെറ്റി ഒരു എന്താ പറയാ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിത രീതിയായിരുന്നു ലെനയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ടുള്ള മാതാപിതാക്കളും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ ലെനയെ നിർബന്ധിച്ച് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുചെന്നാക്കുകയും കുറെ കാലം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ ലെന പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മലയാള സിനിമയിലെ തന്റെ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും ശ്രദ്ധേയമായിട്ടുള്ള താരമാണ് ലെന. അഭിനയത്തിനു പുറമെ ആത്മീയതയെയും മനഃശാസ്ത്രത്തെയും കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളും ലെന തുറന്നു പറയാറുണ്ട്. ആദ്യ പ്രണയമായ അഭിലാഷുമായി 23-ാമത്തെ വയസ്സിലായിരുന്നു ലെനയുടെ വിവാഹം. വൈകാരികമായ തകർച്ചകൾക്കപ്പുറം ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറിയപ്പോൾ തികച്ചും പ്രായോഗികമായി എടുത്ത ഒരു തീരുമാനമായിരുന്നു തന്റെ വിവാഹമോചനമെന്ന് ലെന തുറന്നു പറയുന്നു. അതൊരു സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയമായിരുന്നു. ഞങ്ങളുടെ വിവാഹമോചനം വൈകാരികമായ തീരുമാനമായിരുന്നില്ല, മറിച്ച് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ 2 വ്യത്യസ്ത ദിശകളിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നെടുത്ത വളരെ പ്രായോഗികമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. കോടതിയിലെ ക്യാൻറ്റീനിൽ ഇരുന്ന് ഒരു ഗുലാബ് ജാം പങ്കുവെച്ച് കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ബന്ധം അവസാനിപ്പിച്ചത്. ആ ഗുലാബ് ജാം കഴിച്ചു തീർന്നപ്പോഴേക്കും ഞങ്ങളുടെ വിവാഹബന്ധവും അവസാനിച്ചിരുന്നു. ഇന്നും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഈ അടുത്തും ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു, ലെന പറയുന്നു. ഒരു കത്ത് എഴുതാൻ അച്ഛനെയോ ഇമെയിൽ അയക്കാൻ അഭിയെയോ ആശ്രയിച്ചിരുന്ന ഞാൻ അതിനുശേഷം പെട്ടെന്ന് സ്വതന്ത്രയാകാൻ തീരുമാനിച്ചു. സാമ്പത്തികമായി സ്വതന്ത്രയാവുകയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കൊടൈക്കനാലിലെ ഒരു സാഹസിക യാത്രയിൽ എന്താണ് ദൈവം എന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. അന്ന് ഞാൻ പരീക്ഷിച്ച മാജിക് മഷ്റൂം എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ ഞാനത് നിർദ്ദേശിക്കില്ല. അത് ഓരോ വ്യക്തിയിലും അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രവചിക്കാനാവില്ല. എന്റെ ആത്മീയമായ ഉണർവിനെ മനസ്സിലാക്കാൻ എന്റെ വീട്ടുകാർക്ക് സാധിച്ചില്ല. അവർ എനിക്ക് ഭ്രാന്താണെന്ന് കരുതി. അങ്ങനെ എന്റെ കുടുംബം എന്നെ സൈക്യാട്രിക് ആശുപത്രിയിലാക്കി. അവിടെ വെച്ച് മരുന്നുകൾ നൽകി എന്നെ അബോധാവസ്ഥയിലാക്കി. ആ മരുന്നുകൾ പെട്ടെന്ന് നിർത്തുമ്പോഴുണ്ടാകുന്ന വിറയലും പെരുമാറ്റ മാറ്റങ്ങളും കണ്ടപ്പോൾ അവർ എന്റെ ഭ്രാന്ത് കൂടുകയാണെന്ന് തോന്നി. സത്യത്തിൽ അത് മരുന്നുകളുടെ പാർശ്വഫലമായിരുന്നു. ചില ഗഹനമായ കാര്യങ്ങൾ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്ന എന്നെ വീട്ടുകാർ മനസ്സിലാക്കാത്തത് കൊണ്ട് നിർബന്ധിച്ച് ആശുപത്രിയിലാക്കുക തന്നെയായിരുന്നു. അവിടെ 10 ദിവസം കടുത്ത മരുന്നുകൾ നൽകി എന്റെ തലച്ചോറിനെ അവർ മരവിപ്പിച്ചു. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് മരുന്ന് നിർത്തിയാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആളുകൾ എങ്ങനെ കാണുമെന്ന് ഞാൻ ഭയന്നു. 14 വർഷത്തോളം എനിക്ക് ഈ മരുന്നുകൾ കഴിക്കേണ്ടി വന്നു. ഈ മരുന്നുകൾ എന്നെ കടുത്ത വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. ആരും മനസ്സിലാക്കുന്നില്ലെന്ന തിരിച്ചറിവ് എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. അതിനേക്കാൾ സാമ്പത്തികമായി ഞാൻ തകർന്നു പോയിരുന്നു. മരുന്നുകൾ തരുന്ന തളർച്ചയും ഡിപ്രഷനും കാരണം എനിക്ക് ആത്മഹത്യാ ചിന്തകൾ പോലും ഉണ്ടായി. എങ്കിലും എങ്ങനെയെങ്കിലും സാമ്പത്തികമായി സ്വതന്ത്രയാകണം എന്ന ചിന്ത മാത്രമായിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഒരു കോൾ വന്നത്. അങ്ങനെയാണ് ഞാൻ ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ എത്തുന്നത്. അന്ന് മരുന്നുകളുടെ പാർശ്വഫലം കാരണം 20 കിലോയോളം ഞാൻ കുറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ഞാൻ വീണ്ടും സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയത്. 20 വർഷം എടുത്തിട്ടാണെങ്കിലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞു. കാരണം എനിക്ക് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇന്നൊരു വിജയിയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് വിളിച്ചു പറയാൻ എനിക്ക് ഭയമില്ല. ലെനയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കുകയും വലിയ കയ്യടികൾ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.